തീരുമാനമായ 90 സീറ്റുകളിൽ കണ്ണൂരുണ്ടോ? അല്ല, അതൊക്കെ നാളെ പ്രഖ്യാപിക്കുന്നേ. അതടക്കം എല്ലാ ഈ പറയുന്ന 5 പ്രഖ്യാപിക്കും നാളെ. എല്ലാം നാളെ തന്നെ പ്രഖ്യാപിക്കും. ഒന്നും വൈകി പോവില്ല. കൊച്ചിയൊക്കെ തീരുമാനമായി, എല്ലാം തീരുമാനമായി. അത് ഞാൻ പറയണം. ഞാൻ പറയട്ടെ, ഇതിനൊരു പ്രൊസീജിയറല്ലേ. CEC ചെയ്തിട്ട് ഇനി ആ ലിസ്റ്റ് ഇപ്പം തന്നെ തയ്യാറാക്കി അത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി സൈൻ ചെയ്ത് ഈ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ അത് പത്രക്കുറിപ്പായിട്ട് പ്രസിഡൻറ്റിൻ്റെ പകരം അദ്ദേഹം പത്രക്കുറിപ്പായിട്ട് ഇറങ്ങും. അതിലുള്ള സാധനം ഞാനിപ്പോൾ വന്ന് നിങ്ങളോട് ഇന്ന് അല്ല അത് ആ ഓഫീസിൽ അത് എടുക്കണം. ഇന്നലെ തന്നെ കണ്ടില്ലേ, 2-2.5 മണിക്കൂർ കൊണ്ട് വന്നില്ലേ. ഞങ്ങളുടെ CEC കഴിഞ്ഞ് 2-2.5 മണിക്കൂർ കൊണ്ട് അത് വന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹം പോയി, അദ്ദേഹം ഒരു എത്രയോ 10 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് ഈ പലരുടെയും ചർച്ചയിൽ ഞങ്ങളുടെ തന്നെ 3.5 മണിക്കൂറിൽ അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹം പോയി വിശ്രമിക്കണ്ടേ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോഴേക്കും അതെല്ലാം AICC ഓഫീസിൽ തയ്യാറാക്കി അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച KC വേണുഗോപാൽ GSO അപ്പോൾ തന്നെ അത് ഇറക്കും. പിന്നെ എൻ്റെ തർക്കത്തിൽ അല്ല ഈ മാറ്റി വെച്ചിരിക്കുന്ന 4-5 വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യാൻ പറ്റും. കാരണം അത് 2-3 കാര്യങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ചില ബാലൻസുകളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ 1-2 കാര്യമുണ്ട്. അല്ല, അതെല്ലാം നാളെ വരുമ്പോൾ അറിയാമല്ലോ. നാളെ വരും. ഞാൻ അതിൻ്റെ ഇടയിൽ കയറി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ജോലി തീർന്നു. ഞങ്ങൾക്ക് ഒരു ജോലിയില്ല ഇനി ഇവിടെ. പക്ഷേ ഇന്ദിരാഭവനിൽ വൈകുന്നേരം നിങ്ങളെല്ലാം യോഗം ചേർന്നു. അതിനുശേഷം പ്രസിഡന്റ് വീട്ടിലേക്ക് യോഗം മാറ്റുന്നു. അല്ലെന്നേ, ഞങ്ങൾ യോഗം ചേർന്നതിൻ്റെ പ്രസിഡന്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ വേറെ യോഗത്തിനാണ് ഞങ്ങളവിടെ നിന്ന് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹം വീണ്ടും AICC വരുന്നത് എന്തിനാ? അപ്പോൾ രാഹുൽജിയും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് പോയതാ. AICC വീട്ടിലേക്ക് പോയ അദ്ദേഹം വീണ്ടും 1/2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വീണ്ടും AICC വരണ്ടല്ലോ. കോൺഗ്രസ് പ്രസിഡൻ്റല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ. ഞങ്ങൾക്ക് 24 അക്ബർ റോഡിൽ ഓഫീസുണ്ട്, ഇന്ദിരാഭവനിൽ ഓഫീസുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോവാം, 10 അദ്ദേഹത്തിന് ഓഫീസുണ്ട്, കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോവാം. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകില്ലേ. അതൊക്കെ നിങ്ങളിങ്ങനെ ഭയങ്കര സംശയത്തിൽ അല്ലല്ല, ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. എല്ലാ തീരുമാനവും ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങളായിട്ട് ആലോചിക്കാതെ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കില്ല. ഞങ്ങളുമായിട്ട് സംസാരിക്കും. അത് അങ്ങനെ മാറ്റി വെച്ചതല്ല, തർക്കത്തിൽ മാറ്റി വെച്ചതല്ല. അത് വേറെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം ഡൽഹി ചിലവഴിച്ചു. എന്താ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്? 3 ദിവസം ഡൽഹി ചിലവഴിച്ചത് നിങ്ങൾ അവിടുത്തെ ഓഫീസിലെ ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സീനിയേഴ്സിനോട്. പണ്ട് എത്ര ദിവസം ഇവിടെ ചിലവഴിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ അതല്ല, പണ്ട് ഇവിടെ എത്ര ദിവസം ചിലവഴിക്കാറുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇവിടെ ആയിരക്കണക്കിന് ആളുകളും 2 ആഴ്ച 3 ആഴ്ച. ഒരു പ്രശ്നം എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് ഈ പ്രശ്നം. അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നത്. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്താൻ പറ്റില്ല അന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളിത് കാണാതെ നടിച്ചിട്ട് അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാല അദ്ദേഹം ഡയാലിസിസ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, താങ്കൾക്കും അറിയാം. എന്നിട്ടും ആ 24 മണിക്കൂറിൻ്റെ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു ദുഷ്ടലാക്കണ്ട്. അത് തെറ്റാണ്. 5-ാമത്തെ പ്രാവശ്യം ഇയാൾ എന്നോട് ചോദിക്കും, മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലോ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തെങ്കിലും തലയുറ്റി താൻ വീണ് കഴിഞ്ഞാൽ താൻ വീട്ടിലെത്തുക സമയത്ത് അല്ല, അത്രയില്ല. അല്ലല്ല, അതെല്ലാവർക്കും അറിയാം. ഒരു ചർച്ചയല്ല, എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലെന്ന്. അത് അറിഞ്ഞിട്ടും ഇയാളെ പോലത്തെ ആളുകൾ ഈ റിപ്പോർട്ടർ TVക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രചരണം നടത്തിയിരുന്നത് അത് മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ ഈ സർക്കാരിൻ്റെ സൂചിപ്പിക്കാനും കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് അറിയിക്കാനും വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രവർത്തനം. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ഞങ്ങളുടെയൊക്കെ നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പിന്നെ നിങ്ങൾ ഞാനും ചെന്നിട്ട് വേണ്ടേ നമ്മളിതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നാളെ പറവൂരിലേക്ക് പോകും. അല്ല, കൊച്ചിക്ക് പോയിട്ട് പറവൂർ പോയി ആളിലേക്ക് കാണണ്ടേ. എന്നിട്ട് അത് ചെന്നിട്ട് നോക്കണം. അവർ എല്ലാം പ്രവർത്തകർ തീരുമാനിച്ചു വെച്ചതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇന്ന്
ഇന്ന് പറവൂരില്ലേ